ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഈ ഒരു സ്കോഡ് നോക്കുവാണെങ്കിൽ ഒരു 2 ദിവസം മുമ്പെങ്കിലും വരേണ്ട ഒരു സ്കോഡാണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി കൺസേൺ. 4-5 പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസിന്റെ ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇന്ത്യയുടെ സെലക്ടർമാരും കോച്ചും പഠിച്ച പണി 18 നോക്കി സുന്ദറിനെ എങ്ങനെയെങ്കിലും ടീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അഷ്തറാണെ എങ്ങനെയെങ്കിലും ടീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. നടന്നില്ല. സുന്ദർ ടീമിലോട്ട് വരാതിരുന്നുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. റോബിൻ സിംഗിന് ശേഷം 30 വയസ്സിന് ശേഷമുള്ള ഒരാൾ സരാൻഷ് ജെയിൻ MBയുടെ ഒരു ബോളറാണ്. നോക്കുവാണെങ്കിൽ നല്ല ഡൊമസ്റ്റിക് റെക്കോർഡുള്ള ഒരു പ്ലെയർ, ഏകദേശം 188 വിക്കറ്റ് എടുത്തിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഓൾറൗണ്ടറാണ്. നോക്കുവാണെങ്കിൽ 2 സെഞ്ചുറി നേടിയിട്ടുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്ത്. ഇപ്പം നടന്ന ശ്രീലങ്ക സീരീസിനകത്ത് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 70 റൺസും കണ്ടെത്തിയിട്ടുണ്ട്. സോ നല്ല ഒരു റെക്കോർഡുള്ള നല്ല ഒരു ഡൊമസ്റ്റിക് പ്ലെയർ ആണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു സുന്ദറിനെക്കാട്ടി ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. സുന്ദറിന് എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്ത്. ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ IPL നേരെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്ലെയർ ആണ് സുന്ദറൊക്കെ. സുന്ദറിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ പോലും ഇപ്പം കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. സുന്ദർ ഒരു ബാറ്റ്സ്മാൻ ആണോ, സുന്ദർ ഒരു ബോളറാണോ? കളി ജയിക്കണമെങ്കിൽ 20 വിക്കറ്റ് എടുക്കാൻ കഴിയണം. നമ്മൾ തോക്കാനുള്ള മെയിൻ കാരണം മിക്കുള്ള സീരീസിനകത്തും നമുക്ക് 20 വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോകുന്നതായിരുന്നു നമ്മൾ തോക്കാനുള്ള മെയിൻ കാരണം. ക്യാപ്റ്റന് പോലും നോക്കുവാണെങ്കിൽ വിശ്വാസമില്ല സുന്ദറിന് ബോളിംഗ് കൊടുക്കാൻ വേണ്ടി. 33 ഇന്നിങ്സുകളായിട്ട് 41 വിക്കറ്റാണ് സുന്ദർ എടുത്തിട്ടുള്ളത്. അടുപ്പിച്ച് ടെസ്റ്റിനകത്ത് ഒരു 10 ഓവർ പോലും എറിയിക്കാറില്ല. അതുപോലെ തന്നെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ നോട്ട് ഔട്ട് ആയിട്ട് കയറി പോകാറുണ്ട്. സൗത്ത് ആഫ്രിക്ക സീരീസിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിറാജിനെ സ്ട്രൈക്ക് റെൻഡിലോട്ട് കൊണ്ടുവരും, ബുംറയെ സ്ട്രൈക്ക് റെൻഡിലോട്ട് കൊണ്ടുവരും. ആ കളിയിൽ നമുക്ക് 140 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ടെസ്റ്റ് നമുക്ക് ജയിക്കാമായിരുന്നു. സുന്ദർ അവിടെ നോക്കുവാണെങ്കിൽ അറ്റാക്കിന് പോകണമായിരുന്നു, മത്സരം വിജയിപ്പിക്കണമായിരുന്നു. പക്ഷേ സിംഗിൾ എടുത്തിട്ട് സിറാജിനെ കൊണ്ടുവരും സ്ട്രൈക്ക് റെൻഡിൽ, ബുംറയെ സ്ട്രൈക്ക് റെൻഡിൽ കൊണ്ടുവരും, അവരുടെ വിക്കറ്റ് കളയും. സുന്ദർ നോക്കുവാണെങ്കിൽ നോട്ട് ഔട്ട് ആയിട്ട് കയറിപ്പോകും. സോ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു സുന്ദറിന് ഇഞ്ചുറി ആയത് നല്ലത് തന്നെയാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബോളർ കളിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ കളിക്കട്ടെ. ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ ഈ ഓൾറൗണ്ടർ സിദ്ധാന്തം ഒന്നും നടക്കത്തില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സരാൻഷ് ജെയിൻ നോക്കുവാണെങ്കിൽ നല്ലൊരു റിപ്ലേസ്മെന്റ് തന്നെയായിരിക്കും സുന്ദറിന്. ഇനി സ്കോഡ് ഒന്ന് പരിശോധിക്കാം. ശുഭൻ ഗിൽ ക്യാപ്റ്റൻ, KL രാഹുൽ വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ നോക്കുവാണെങ്കിൽ ഫുള്ളി ഫിറ്റ് അല്ല. സായി സുദർശൻ ഫുള്ളി ഫിറ്റ് അല്ലാത്തത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യ എയും ശ്രീലങ്ക എയും തമ്മിലുള്ള മത്സരത്തിനകത്ത് 2 ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ബാറ്റ് കൊണ്ട് കാഴ്ചവെച്ചു. എക്സ്പെഷ്യലി നോക്കുവാണെങ്കിൽ ശ്രീലങ്കൻ കണ്ടീഷനകത്ത് 2 പിച്ചിനകത്തും കൊളംബോയിലും കളിച്ച ഒരു പ്ലെയറാണ് സായി സുദർശൻ. അവിടുത്തെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി കളിച്ച ഒരു പ്ലെയറാണ്. സോ സായി സുദർശൻ ഈ ടീമിന്റെ ഭാഗം അല്ലാതെ വരുന്ന ചെറിയൊരു കൺസേൺ തന്നെ ഉണ്ട്. എന്തായാലും ദേവത് പടിക്കൽ നോക്കുവാണെങ്കിൽ അവിടെ സെഞ്ചുറി എടുത്തില്ല, ഹാഫ് സെഞ്ചുറി എടുത്തു. പക്ഷേ സായി സുദർശൻ നോക്കുവാണെങ്കിൽ 2 ടെസ്റ്റിലും നല്ല ഒരു ഫോമിലായിരുന്നു എന്ന് തോന്നി. മറ്റൊരു പ്ലെയറാണ് ദേവത് പടിക്കൽ. വിക്കറ്റ് കീപ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഋഷഭ് പന്ത് ഉണ്ട്, ജുറേലുണ്ട്. ഓൾറൗണ്ടർമാർ നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക സീരീസിന് ശേഷം തിരിച്ചു വരുന്നു, ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. നമ്മൾ വിചാരിച്ചാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിലും റെഡ് ബോൾ ക്രിക്കറ്റിലും ഇനി രവീന്ദ്ര ജഡേജ കാണത്തില്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേ രവീന്ദ്ര ജഡേജയെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. കാരണം അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും തരുന്നില്ല. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. രവീന്ദ്ര ജഡേജ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഇന്ത്യൻ ടീം ബാക്ക് ചെയ്യുന്നു. മാനവ് സുധാർ നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്നു. അഫ്ഗാനിസ്ഥാനെ സ്ട്രഗിൾ ചെയ്യിക്കുന്നതായിട്ട് കണ്ടു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും തരക്കേടില്ലാത്ത ഒരു ബോളറാണ്, ഒരു ഓൾറൗണ്ടറും കൂടാണ്. ശ്രീലങ്കയ്ക്ക് നോക്കുവാണെങ്കിൽ ഹെവി ഒരു റൈറ്റ് ഹാൻഡ് സൈഡാണ് വരുന്നത്. ഒരു ലെഫ്റ്റ് ഹാൻഡറേ ഉള്ളൂ അവർ ടോപ്പ് ഓർഡറിനകത്ത്. സോ മാനവ് സുധാറിന്റെ ആ ഒരു ബോളിംഗ് ആക്ഷൻ, ആ ഒരു ഹൈ റിലീസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് ബെനിഫിറ്റ്സ് കൊടുക്കുമെന്ന് തോന്നുന്നു ഫ്യൂച്ചറിലേക്ക് വേണ്ടി. സോ മാനവ് സുധാറിനെ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സരാൻഷ് ജെയിൻ, 33-കാരനായ സരാൻഷ് ജെയിനെ ടീമിന്റെ ഭാഗമായിട്ട് നിലനിർത്തി. പ്ലേയിങ് ഗ്രൗണ്ടിനകത്ത് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞില്ല. ഒരു ഓഫ് ബ്രേക്ക് ബോളറാണ്. കുൽദീപ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കൊടുക്കുക. കാരണം ശ്രീലങ്കയുടെ നോക്കുവാണെങ്കിൽ ഹെവി റൈറ്റ് ഹാൻഡ് സൈഡാണ്. സോ ഒരു ചൈനമാന്, ഒരു റിസ്ക് സ്പിന്നർ നോക്കുവാണെങ്കിൽ റൈറ്റ് ഹാൻഡർക്കെതിരെ ഒരുപാട് എഫക്റ്റീവാണ്. അവിടെ നോക്കുവാണെങ്കിൽ ഒരുപാട് ലെഫ്റ്റ് ഹാൻഡർമാരില്ല, ഒരു ലെഫ്റ്റ് ഹാൻഡറേ ഉള്ളൂ അവരുടെ സ്കോഡിനകത്ത്. സോ സരാൻഷ് ജെയിനെ സംബന്ധിച്ചിടത്തോളം അല്പം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല ഇനി ഗൗതം ഗംഭീറിന് 9 വരെ ബാറ്റിംഗ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുൽദീപ് യാദവിന് പകരക്കാരനായിട്ട് സരാൻഷ് ജെയിൻ വരും. അങ്ങനെ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബോളിങ്ങിലോട്ട് പോകണമെങ്കിൽ കുൽദീപ് യാദവിനെ നിലനിർത്തിയിട്ടുണ്ട്, മുഹമ്മദ് സിറാജിനെ ടീമിനൊപ്പം നിലനിർത്തിയിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കൃഷ്ണയെ നിലനിർത്തി. കൃഷ്ണയ്ക്ക് ഹിറ്റ് ഹാർഡ് എറിയാവുന്ന ഒരു ബോളറാണ്. ശ്രീലങ്കയുടെ സ്പിൻ കണ്ടീഷനകത്ത് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അവിടെ പേസ് ബോളർമാർക്ക് നോക്കുവാണെങ്കിൽ 2 ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ വലിയ റോളില്ല. കൃഷ്ണയ്ക്ക് അവിടുത്തെ ഒരു സ്പിൻ ട്രാക്കിനകത്ത്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചിനകത്ത് എന്താ റോളെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അക്കിബ് നബിയെ കൂട്ടുള്ള ഒരു ബോർഡർ, മൂവ്മെന്റ് കിട്ടുന്ന ഒരു ബോർഡർ ആയിരുന്നു എനിക്ക് അല്പം കൂടെ നല്ലതായിട്ട് തോന്നിയത്. ഇവിടെ ഗുർനൂർ ബാറിനെ നിലനിർത്തിയിട്ടുണ്ട്. 140-145 സ്പീഡിൽ എറിയാവുന്ന, ഒരു ഹിറ്റ് എറിയാവുന്ന ബോർഡറാണ് ഗുർനൂർ ബാറും.
കൃഷ്ണയും ഗുർനൂർ ബാറും ആ ഒരു കണ്ടീഷന് പറ്റിയ ബോളറാണോ? ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളിന് മൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ കഴിയാവുന്ന, റിവേഴ്സിങ് കൊണ്ടുവരാൻ കഴിയാവുന്ന, ബോൾ പഴങ്ങുമ്പോഴത്തേന് റിവേഴ്സിങ് കൊണ്ടുവരാൻ കഴിയാവുന്ന ബോളറാണോ? ന്യൂസിലാൻഡ് സീരീസിനകത്ത് ഇവർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മേ ബി ഇന്ത്യയുടെ ചില പിച്ചുകളിനകത്ത് ഇവർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇവരുടെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് കളി കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബുംറ ടീമിൻ്റെ ഭാഗമാണ്. പക്ഷേ സെൻറ്റർ ഓഫ് എക്സലൻസി നോക്കുവാണെങ്കിൽ ബുംറയ്ക്കും ക്ലിയറൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണും. പക്ഷേ എന്തിനാണ് ഈ ശ്രീലങ്കയെ കൂട്ടുള്ള ഒരു പിച്ചിനകത്ത് ബുംറയുടെ ഒരു സാന്നിധ്യം എന്തിനാണ്? WTC സൈക്കിളോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് ന്യൂസിലാൻഡിനെതിരെ നമ്മൾ ടെസ്റ്റ് കളിക്കാൻ പോകുന്നുണ്ട്. ന്യൂസിലാൻഡ് കണ്ടീഷനകത്ത് അവിടെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അവിടെയാണ് നമുക്ക് ബുംറയെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാവുന്നത്. 3 ODI പോലും ഫുള്ളായിട്ട് കളിക്കാൻ കഴിഞ്ഞില്ല ബുംറയെ സംബന്ധിച്ചിടത്തോളം. ഇംഗ്ലണ്ടിൽ 2 ODI കഴിഞ്ഞപ്പോഴത്തേന് ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു ബുംറയെ ശ്രീലങ്ക കണ്ടീഷനിൽ കൊണ്ടുപോകണം. ബുംറ ഇല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ജയിക്കാൻ കഴിയത്തില്ലയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയരാം അവിടെ. പൂർണ്ണമായിട്ട് അയാളൊന്ന് ഫിറ്റ് ആവട്ടെ അയാൾ പൂർണ്ണമായിട്ടൊന്ന് ഫിറ്റ് ആവട്ടെ. സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചിനകത്ത് ഒരു ഹെവി ആയിട്ടുള്ളൊരു ഡ്യൂട്ടി ബുംറയ്ക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ബുംറ ഏത് പിച്ചിലും ബോൾ ചെയ്യും. പക്ഷേ അസിസ്റ്റന്റ് വലുതായിട്ട് കിട്ടാത്ത പിച്ചിൽ നോക്കുവാണെങ്കിൽ ബുംറയ്ക്ക് നോക്കുവാണെങ്കിൽ സ്ട്രെയിൻ കൂടുതലായിരിക്കും. സോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ബുംറയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ബുംറ എന്ന് തിരിച്ചു വരും? മേ ബി 1 വർഷത്തെ ഗ്യാപ്പാണോ 6 മാസത്തെ ഗ്യാപ്പാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ബുംറയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും റിസ്ക് എടുപ്പിക്കാതിരിക്കുക. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ഇനിയുള്ള എല്ലാ കളികളും. WTC സൈക്കിളിന് മുമ്പായിട്ട് നമ്മളൊരു 9 കളി കളിക്കും. അതിൽ 7 മത്സരങ്ങൾ നമുക്ക് ജയിക്കേണ്ടതായിട്ടുണ്ട്. 2 സീരീസ് നോക്കുവാണെങ്കിൽ എവയാണ്. ന്യൂസിലാൻഡിൽ നമ്മൾ പോയി കളിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ന്യൂസിലാൻഡ് ജയിച്ചത് എനിക്കൊരു ഓർമ്മയില്ല അവസാനമായിട്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ കളിക്കേണ്ടത് ശ്രീലങ്കയിലാണ്. സോ രണ്ടും എവയാണ്. അവിടെ പോയി ജയിച്ചാൽ ആ 4 കളി മാക്സിമം ജയിക്കുകയും വേണം. 9 കളിയിൽ നോക്കുവാണെങ്കിൽ 7 കളിയിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ WTC സൈക്കിളിനകത്തോട്ട് നമുക്ക് കയറാൻ കഴിയത്തുള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോയിന്റ് ടേബിളിനകത്ത് 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് കാണും. ആരാണ് നമ്മുടെ എതിരാളി എന്ന് മാത്രമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഹോം റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റു വരുന്ന ഒരു ടീമാണ്. സ്പിന്നർമാരെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പിന്നിനെ കളിക്കാൻ നമ്മുടെ ബാറ്റ്സ്മാർക്ക് കഴിയൂ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. അവർ 20 വിക്കറ്റ് എടുക്കാൻ നമ്മുടെ സ്പിന്നർമാർക്ക് കഴിയാതെ പോയി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. നമുക്ക് അവരുടെ സ്പിന്നർമാരെ കളിക്കാൻ കഴിയാതെ പോയി. വലിയ മിസ്റ്ററി സ്പിന്നർമാരൊന്നുമല്ല, ജസ്റ്റ് ഒരു ഓഫ് ബ്രേക്ക് ബോളർ, ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നർമാരുടെ മുമ്പിൽ, അജാസ് പട്ടേലിൻ്റെ മുമ്പിൽ നമ്മൾ വീഴുന്നതായിട്ട് കണ്ടു. സോ വളരെ നിർണായകമായിട്ടുള്ളൊരു സീരീസാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം WTC സൈക്കിളിനകത്ത് നിലനിൽക്കാൻ വേണ്ടി. ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യ ജയിച്ചിട്ടുള്ളത് കേവലം അഫ്ഗാനിസ്ഥാനെതിരെ, വെസ്റ്റ് ഇൻഡീസിനെതിരെ, ബംഗ്ലാദേശിനെതിരെ. ആസ്ട്രേലിയക്കെതിരെ നമ്മൾ തോറ്റു, ന്യൂസിലാൻഡിനെതിരെ തോറ്റു, ഹോമിൽ തോറ്റു, സൗത്ത് ആഫ്രിക്കയെതിരെ ഹോമിൽ തോറ്റു. സോ നോക്കുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള സീരീസ് എല്ലാം നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ ടീമുകളാണെന്നുള്ളത് ഈ ദിവസങ്ങളിൽ മറന്നു പോകാതിരിക്കുക. ശ്രീലങ്കയിൽ പോയി നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയട്ടെ. 2 മത്സരമെങ്കിൽ 2 മത്സരം ജയിക്കാൻ കഴിയട്ടെ.